പാലിയേക്കര ടോൾ പിരിവ് തടഞ്ഞതിനെതിരായ അപ്പീൽ സുപ്രീം കോടതി തള്ളി. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ഇടപെടില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. പൗരന്മാരുടെ ദുരവസ്ഥയിലാണ് തങ്ങൾക്ക് ആശങ്കയെന്നും കോടതി പറഞ്ഞു. പാലിയേക്കര ടോൾ പ്ലാസയിൽ 4 ആഴ്ചത്തേക്ക് പിരിവ് തടഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരെയായിരുന്നു ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും അപ്പീൽ നൽകിയത്. വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ദേശീയപാത അതോറിറ്റിക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. കുഴിയിലൂടെ യാത്ര ചെയ്യാൻ കൂടുതൽ പണം നൽകേണ്ടതില്ല എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനം തന്നെയല്ലേ കോടതി ഉന്നയിച്ചിരിക്കുന്നത്? ശ്രീജ, ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് തന്നെ അതിനിപ്പോൾ വിധിയാണ് വന്നത്. അതിനു മുൻപേ ഹർജി പരിഗണിക്കുന്ന സമയത്ത് തന്നെ അതിരൂക്ഷമായ വിമർശനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. 65 കിലോമീറ്ററിന് 150 രൂപ ടോൾ നൽകുന്നത് എന്തിനാണെന്നൊരു ചോദ്യം ആദ്യം തന്നെ മൂന്നംഗ ബെഞ്ച് ചോദിച്ചിരുന്നു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത്. വലിയ രീതിയിലുള്ള കുഴിയാണ് പ്രധാനമായും ഈ വഴികളിലെല്ലാം തന്നെ ഉള്ളത്. 12 മണിക്കൂറോളമാണ് വാഹനങ്ങൾ കുരുക്കിൽ കിടക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് എന്തിന് ജനങ്ങൾ ഇത്തരത്തിൽ തങ്ങളുടെ പണം ടോളായി നൽകണമെന്നുള്ളതാണ് കോടതി ചോദിച്ചത്. അതിനൊരു പരിഹാരം ഉണ്ടാക്കാനല്ലേ പ്രധാനമായും ഇത് ബന്ധപ്പെട്ട ആളുകൾ ശ്രമിക്കേണ്ടത്. അതിന് ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തടക്കം വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് സുപ്രീം കോടതി കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഹർജി തള്ളിയത്. ഹൈക്കോടതിക്ക് മുൻപിലുണ്ടായിരുന്ന ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് 4 ആഴ്ചത്തേക്ക് പാലിയേക്കലിലെ ടോൾ പിരിവ് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയത്. ഈ ഘട്ടത്തിൽ അതിൽ ഇടപെടുന്നില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയും മാത്രമല്ല, ഇനി ഏതെങ്കിലും തരത്തിൽ അതൊരു മാറ്റം വേണമെങ്കിൽ അത് ഹൈക്കോടതിയുടെ ബെഞ്ചിനെ തന്നെ സമീപിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ മൂന്നംഗ ബെഞ്ച് നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് പാലിയേക്കലുമായി ബന്ധപ്പെട്ടും ദേശീയപാതയുടെ ബന്ധപ്പെട്ടുള്ള ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അത് തുടരണം, ഹൈക്കോടതി മേൽനോട്ടം ഉണ്ടാകണമെന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി സുപ്രീം കോടതിയുടെ ഭാഗത്ത് കൃത്യം ഒരു ഇടപെടലും ഉണ്ടാകില്ല എന്ന് വളരെ കൃത്യമായി പറയുന്നു. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ ഒരു നീട്ടൽ, അതായത് ഇപ്പോൾ 4 ആഴ്ചത്തെ കാലാവധിയാണ്, ഗതാഗതം ശരിയായ ദിശയിലേക്ക് വരുന്നില്ല എങ്കിൽ ഹൈക്കോടതിക്ക് ഈ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകാവുന്നതാണ്. ടോൾ പിരിവ് നിർത്തലാക്കുന്നത് തൽക്കാലത്തേക്ക് തടഞ്ഞുകൊണ്ടുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെയാണെങ്കിൽ പോലും ഹൈക്കോടതി ഇടപെടില്ല എന്ന സൂചനകൾ കൂടി തന്നെയാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റിക്ക് നൽകുന്നത്. അതേസമയം തന്നെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ ദേശീയപാത അതോറിറ്റിയുടെ ഒപ്പം തന്നെ ഈ കമ്പനി, കരാർ കമ്പനി കൂടി ഇതിന്റെ അകത്ത് ഭാഗമായിരുന്നു. ഗുരുവായൂർ കൺസ്ട്രക്ഷൻസ് ആണ് ആ കമ്പനി. പറഞ്ഞത് PTC എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയുണ്ട്, ഉപകരാർ നൽകിയ ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയാണ് ഈ പ്രവർത്തനങ്ങൾ വൈകിപ്പിക്കുന്നതെന്നാണ്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിലെ ഈ കേസിൽ ഈ ഉപകരാർ നൽകി എടുത്തിട്ടുള്ള കമ്പനിയെ കൂടി കക്ഷി ചേർക്കാനുള്ള നിർദ്ദേശം കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയധികം ദുരിതം ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചത്. ഒരു തരത്തിലുള്ള ഇടപെടലും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്ന വിമർശനം കൂടി കോടതി ഉന്നയിക്കുകയാണ്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വളരെ കൃത്യമായി തന്നെ ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഹർജി തള്ളിയിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഹൈക്കോടതിക്കാണ് ഇക്കാര്യത്തിൽ ഒരു പൂർണ്ണ അധികാരമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് പാലിയേക്കര ടോളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ നീക്കുപോക്കുണ്ടാകണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ദേശീയപാത അതോറിറ്റിക്ക് ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്താൻ കഴിയണമെങ്കിൽ അക്കാര്യത്തിൽ ഹൈക്കോടതിയാണ് നിലപാടെടുക്കേണ്ടത്. പക്ഷേ അപ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെ സുപ്രീം കോടതി വളരെ കൃത്യമായി തന്നെ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല എങ്കിൽ എന്ത് നിലപാട് ഹൈക്കോടതി എടുക്കുന്നു ആ ഹൈക്കോടതി നിലപാടിനൊപ്പം തന്നെയായിരിക്കും സുപ്രീം കോടതി എന്നാണ് പറയുന്നത്. സുപ്രീം കോടതി എന്ന് തന്നെയാണ് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത് അവസാനിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഹർജിക്കാരടക്കം പറഞ്ഞത്, DCC അധ്യക്ഷനടക്കമുള്ള ആളുകളാണ് ഹർജിക്കാർ. അവർ നേരത്തെ പറഞ്ഞത് ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിനെ കൂടി ഇതിൽ കക്ഷി ചേർത്തിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിലും ഈ കേസിന്റെ തുടക്കത്തിലോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ സംസ്ഥാന സർക്കാർ തങ്ങളുടെ ഭാഗങ്ങൾ അവതരിപ്പിച്ചില്ല. സർക്കാരിന് വേണ്ടി ഭാഗം പറയാൻ എത്തിയില്ല എന്നൊരു വിമർശനം കൂടി ഈ ഹർജി കൊടുത്തവരുടെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മാത്രമല്ല, ഇന്നലെ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ മന്ത്രിമാർ തന്നെ പറഞ്ഞത് മഴ വരുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, കുഴികൾ ഉണ്ടാകുന്നു, അതിനെ മഴയെ പഴിക്കുന്ന ഒരു നിലപാട് സംസ്ഥാന സർക്കാർ ദേശീയപാതയുടെ കാര്യത്തിൽ പോലും എടുക്കുന്നുള്ളതാണ്. അതാണ് നേരത്തെ ഹർജിക്കാരടക്കം അല്ലെങ്കിൽ കോൺഗ്രസ് പ്രതിപക്ഷമടക്കം ഉന്നയിക്കുന്നത്. ആ ദേശീയപാത അതോറിറ്റിയെ പോലും സംരക്ഷിക്കുന്ന നിലപാട് പല വിഷയങ്ങളിലും സംസ്ഥാന സർക്കാർ എടുക്കുന്നു എന്നുള്ളത്. ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ തിരിച്ചടി വന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് കൂടിയാണ് ഇനി അറിയാനുള്ളത്. ശ്രീജ.